Hey guys, welcome back to PSC Veena YouTube channel. PSC questions based on SCRT textbook എന്ന സീരീസിലെ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. രണ്ടാം ലോക മഹായുദ്ധം എന്ന ടോപ്പിക്കായിട്ടാണ് ഇന്ന് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓളെന്ന് പ്രസ് ചെയ്യുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ വീഡിയോയിലോട്ട് കിടക്കാം. രണ്ടാം ലോക മഹായുദ്ധം 1939 മുതൽ 1945 വരെയാണ് ഉണ്ടായിരുന്നത്. എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കാനായി ഒരു യുദ്ധം എന്ന് രണ്ടാം ലോക മഹായുദ്ധത്തെ വിശേഷിപ്പിച്ചതാണ് വുഡ്രോ വിൽസൺ. വുഡ്രോ വിൽസൺ ആണ്, അദ്ദേഹം അമേരിക്കക്കാരനാണ്. അദ്ദേഹമാണ് എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കാനായി ഒരു യുദ്ധം എന്ന് രണ്ടാം ലോക മഹായുദ്ധത്തെ വിശേഷിപ്പിച്ചത്. അത്യുതണ്ട ശക്തികൾ അല്ലെങ്കിൽ ആക്സിസ് പവേഴ്സ് എന്നറിയപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. ജർമ്മനി, ഇറ്റലി, ജപ്പാൻ എന്നിവയാണ് ആക്സിസ് പവേഴ്സ് അല്ലെങ്കിൽ അച്ചുതണ്ട് ശക്തികൾ എന്നറിയപ്പെടുന്ന രാജ്യങ്ങൾ. എന്നാൽ സഖ്യശക്തികൾ അല്ലെങ്കിൽ അലൈഡ് പവേഴ്സ് എന്നറിയപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന. ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന എന്നിവയാണ് സഖ്യശക്തികൾ അല്ലെങ്കിൽ അലൈഡ് പവേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. അച്ചുതണ്ട് ശക്തികളുടെ ഫാസിസ്റ്റ് ആക്രമണങ്ങൾക്ക് ബ്രിട്ടനും ഫ്രാൻസും പ്രോത്സാഹനം നൽകുകയും സോവിയറ്റ് യൂണിയനെ ശത്രുവായും കണ്ട നയം ഏതാണ്? പ്രീണന നയം അല്ലെങ്കിൽ പോളിസി ഓഫ് അപ്പീസ്മെൻറ്റ്. പ്രീണന നയം അല്ലെങ്കിൽ പോളിസി ഓഫ് അപ്പീസ്മെൻ്റ് ആണ് അച്ചുതണ്ട് ശക്തികളുടെ ഫാസിസ്റ്റ് ആക്രമണങ്ങൾക്ക് ബ്രിട്ടനും ഫ്രാൻസും പ്രോത്സാഹനം നൽകുകയും സോവിയറ്റ് യൂണിയനെ ശത്രുവായും കണ്ട നയം. ഇതിൻ്റെ ഉദാഹരണമാണ് മ്യൂണിക് ഉടമ്പടി. മ്യൂണിക് ഉടമ്പടിയാണ് പ്രീണന നയത്തിന് ഉദാഹരണം. ഇത് നടന്നിരുന്നത് 1938 മ്യൂണിക് ഉടമ്പടി പ്രകാരം ജർമ്മനിക്ക് നൽകാൻ തീരുമാനിച്ച ചെക്കോസ്ലോവാക്കിയയിലെ സ്ഥലം ഏതാണ്? സുഡറ്റൻലാൻഡ്. പരസ്പരം ആക്രമിക്കുകയില്ലെന്നും പോളണ്ട് പങ്കുവയ്ക്കാമെന്നും വ്യവസ്ഥ ചെയ്ത് സോവിയറ്റ് യൂണിയനും ജർമ്മനിയും ഒപ്പുവെച്ച സന്ധി ഏതാണ്? അനാക്രമണ സന്ധി അല്ലെങ്കിൽ നോൺ അഗ്രഷൻ പാക്ട്. ഇത് നിലവിൽ വന്നത് 1939 പരസ്പരം ആക്രമിക്കുകയില്ലെന്നും പോളണ്ട് പങ്കുവയ്ക്കാമെന്നും വ്യവസ്ഥ ചെയ്ത് സോവിയറ്റ് യൂണിയനും ജർമ്മനിയും ഒപ്പുവെച്ച സന്ധിയായിരുന്നു അനാക്രമണ സന്ധി. രണ്ടാം ലോക മഹായുദ്ധത്തിന് പെട്ടെന്നുണ്ടായ കാരണം എന്തായിരുന്നു? ജർമ്മനിയുടെ പോളണ്ട് ആക്രമണം. ജർമ്മനിയുടെ പോളണ്ട് ആക്രമണമാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് പെട്ടെന്നുണ്ടായ ഒരു കാരണം. 1939 സെപ്റ്റംബർ 1 ഓർക്കുക. സഖ്യകക്ഷികൾ ജർമ്മനിക്കെതിരായി യുദ്ധം പ്രഖ്യാപിച്ച ദിവസമായിരുന്നു 1939 സെപ്റ്റംബർ 3. 1939 സെപ്റ്റംബർ 3 സഖ്യകക്ഷികൾ ജർമ്മനിക്കെതിരായി യുദ്ധം പ്രഖ്യാപിച്ച വർഷം. ഏതൊക്കെ രാജ്യങ്ങളുടെ കടന്നുവരവാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഗതി മാറ്റിയത്? സോവിയറ്റ് യൂണിയൻ, അമേരിക്ക. സോവിയറ്റ് യൂണിയൻ, അമേരിക്ക എന്നീ രാജ്യങ്ങളുടെ കടന്നുവരവാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഗതി മാറ്റിയത്. SCRT ടെക്സ്റ്റ് ബുക്കിൽ കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്ത് പലതും പറഞ്ഞിട്ടുണ്ട്. അതിനെ നമ്മൾ ലഘൂകരിച്ച് പോയിൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കൂടുതൽ മനസ്സിലാകുമെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ജപ്പാനെ കീഴടക്കാൻ ട്രാൻസ് സൈബീരിയയിലൂടെ സൈനിക നീക്കം നടത്തിയ രാജ്യമായിരുന്നു സോവിയറ്റ് യൂണിയൻ. ജപ്പാനെ കീഴടക്കാൻ ട്രാൻസ് സൈബീരിയയിലൂടെ സൈനിക നീക്കം നടത്തിയ രാജ്യമായിരുന്നു സോവിയറ്റ് യൂണിയൻ. ഹവായ് ദ്വീപിലെ അമേരിക്കൻ നാവിക കേന്ദ്രമായ പേൾ ഹാർബർ ജപ്പാൻ ആക്രമിച്ച വർഷം 1941. 1941 ഹവായ് ദ്വീപിലെ അമേരിക്കൻ നാവിക കേന്ദ്രമായ പേൾ ഹാർബർ ജപ്പാൻ ആക്രമിച്ച വർഷം. അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമയിൽ ബോംബ് വർഷിച്ചത് എന്നായിരുന്നു? 1945 ഓഗസ്റ്റ് 6. 1945 ഓഗസ്റ്റ് 6 അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമയിൽ ബോംബ് വർഷിച്ചത്. ഹിരോഷിമയിൽ വർഷിച്ച ബോംബിൻ്റെ പേരെന്തായിരുന്നു? ലിറ്റിൽ ബോയ്. ലിറ്റിൽ ബോയ് എന്നായിരുന്നു ഹിരോഷിമയിൽ വർഷിച്ച ബോംബിൻ്റെ പേര്. അമേരിക്ക ജപ്പാനിലെ നാഗസാക്കിയിൽ ബോംബ് വർഷിച്ചത് 1945 ഓഗസ്റ്റ് 9. 1945 ഓഗസ്റ്റ് 9 അമേരിക്ക ജപ്പാനിലെ നാഗസാക്കിയിൽ ബോംബ് വർഷിച്ചത്. നാഗസാക്കിയിൽ വർഷിച്ച ബോംബിൻ്റെ പേരായിരുന്നു ഫാറ്റ്മാൻ. നാഗസാക്കിയിൽ വർഷിച്ച ബോംബിൻ്റെ പേരായിരുന്നു ഫാറ്റ്മാൻ. ഹിരോഷിമ, നാഗസാക്കി ദുരന്തം പേര് ജീവിക്കുന്ന മനുഷ്യരെ അറിയപ്പെടുന്നത് ഹിബാക്കുഷകൾ എന്നാണ്. ഹിബാക്കുഷകൾ എന്ന പേരിലാണ് ഹിരോഷിമ, നാഗസാക്കി തുടങ്ങിയ ദുരന്തം പേര് ജീവിക്കുന്ന മനുഷ്യരെ പറയുന്നത്.
ഹിരോഷിമയിലെ ബോംബ് വർഷത്തിൻ്റെ ഫലമായി ഉണ്ടായ അണുവികിരണത്തിൻ്റെ ഇരയായ ബാലികയാണ് സഡാക്കോ സസൂക്കി. സഡാക്കോ സസൂക്കിയാണ് ഹിരോഷിമയിലെ ബോംബ് വർഷത്തിൻ്റെ ഫലമായി ഉണ്ടായ അണുവികിരണത്തിൻ്റെ ഇരയായ ബാലിക. യുദ്ധവിരുദ്ധ പ്രകാരത്തിൻ്റെ പ്രതീകമായ സഡാക്കു കൊക്കുകൾ നിർമ്മിച്ചതും ആ ബാലികയായിരുന്നു. സഡാക്കോ സുസുക്കി എന്ന ബാലികയാണ് യുദ്ധവിരുദ്ധ വികാരത്തിൻ്റെ പ്രതീകമായ സഡാക്കോ കൊക്കുകൾ നിർമ്മിച്ചത്. മണി മുഴങ്ങുന്നത് ആർക്ക് വേണ്ടി എന്ന നോവൽ രചിച്ചത് ഏണസ്റ്റ് ഹെമിംഗ്വേ ആണ്. ഏണസ്റ്റ് ഹെമിംഗ്വേ ആണ് മണി മുഴക്കുന്നത് ആർക്ക് വേണ്ടി എന്ന നോവൽ രചിച്ചത്. ജനറേഷൻ, കനാൽ, ആഷസ് ആൻഡ് ഡയമണ്ട്സ് എന്നീ യുദ്ധചിത്രത്രയങ്ങൾ ആരുടേതാണ്? ആന്ദ്രേ വൈദ. ആന്ദ്രേ വൈദയുടെ ആയിരുന്നു ജനറേഷൻ, കനാൽ, ആഷസ് ആൻഡ് ഡയമണ്ട് എന്നീ യുദ്ധചിത്രങ്ങൾ. ദി ബ്രിഡ്ജ് ഓൺ ദി റിവർ ക്വായ് എന്ന സിനിമ ആരുടേതായിരുന്നു? ഡേവിഡ് ലീൻ. ഡേവിഡ് ലീൻ്റെ ആയിരുന്നു ദി ബ്രിഡ്ജ് ആൻഡ് ദി റിവർ ക്വായ്. ഹിരോഷിമ മോൺ അമോർ എന്നീ സിനിമ ആരുടെ ആയിരുന്നു? അലൻ റെനെ. അലൻ റെനയുടെ ആയിരുന്നു ഹിരോഷിമ മോൺ അമോർ. ദി ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്ന മൂവി ആരുടേതായിരുന്നു? ചാർലി ചാപ്ലിൻ. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു ഇതേ ക്വസ്റ്റ്യൻ. ദി ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്നീ മൂവി ആരുടേതായിരുന്നു? ചാർലി ചാപ്ലിൻ. ഐക്യരാഷ്ട്ര സംഘടന, അതായത് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻസിനെ പറ്റിയിട്ടാണ്. ഐക്യരാഷ്ട്ര സംഘടന രൂപീകൃതമായ വർഷം 1945 ഒക്ടോബർ 24-നാണ്. 1945 ഒക്ടോബർ 24-നാണ് ഐക്യരാഷ്ട്ര സംഘടന രൂപീകൃതമായ വർഷം. UN ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 24-നാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂയോർക്ക്. ന്യൂയോർക്കിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം. സാമ്രാജ്യത്വ ശക്തികളുടെ ഭരണത്തിൽ നിന്ന് കോളനികൾ സ്വാതന്ത്ര്യം നേടിയത് അറിയപ്പെടുന്നത് അവ കോളനീകരണം എന്ന പേരിലാണ്. സാമ്രാജ്യത്വത്തിനെതിരായി സമരം നടത്തിയ രാഷ്ട്രീയ നേതാക്കൾ കുറച്ചുപേരുണ്ട്. നിന്നുള്ള ഗാന്ധിജി, ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള നെൽസൺ മണ്ടേല, ഘാനയിൽ നിന്നുള്ള ക്വാമി എൻക്രൂമ, കെനിയയിൽ നിന്നുള്ള ജോമോ കെനിയാത്ത. ഇവരുടെ പേരും കൂടി ഒന്ന് ഓർത്തു വയ്ക്കാൻ ശ്രമിക്കുക. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ശീതസമരം അല്ലെങ്കിൽ കോൾഡ് വാർ. പരസ്പരം ശത്രുത പുലർത്തിയ രണ്ട് ചേരികൾ തമ്മിലുണ്ടായ ആശയപരമായ സംഘർഷങ്ങളും നയതന്ത്ര യുദ്ധങ്ങളെയുമാണ് ശീതസമരം അല്ലെങ്കിൽ കോൾഡ് വാർ എന്നറിയപ്പെടുന്നത്. പരസ്പരം ശത്രുത പുലർത്തിയ രണ്ട് ചേരികൾ തമ്മിലുണ്ടായ ആശയപരമായ സംഘർഷങ്ങളും നയതന്ത്രമായ യുദ്ധങ്ങളും. ശീതസമരം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ബെർണാഡ് ബറൂച്ച്. ബെർണാഡ് ബറൂച്ച് ആണ് ശീതസമരം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. അദ്ദേഹം ഒരു അമേരിക്കൻ നയതന്ത്രജ്ഞനായിരുന്നു. ശീതസമരം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് വാൾട്ടർ ലിപ്മാൻ. വാൾട്ടർ ലിപ്മാൻ ആണ് ശീതസമരം എന്ന ഗ്രന്ഥത്തിൻ്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ കർത്താവ്. ശീതസമരകാലത്തെ സൈനിക സഖ്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, അതായത് നാറ്റോ, ഏതൊക്കെ സഖ്യങ്ങൾ വെച്ചിട്ടുള്ളതായിരുന്നു? അമേരിക്കയും സഖ്യകക്ഷികളും. അതുപോലെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ട്രീറ്റി ഓർഗനൈസേഷൻ സീറ്റോ, അമേരിക്കയും സഖ്യകക്ഷിയും. സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ സെൻഡോ, അമേരിക്കയും സഖ്യകക്ഷിയും. വാൾസ ഉടമ്പടി, സോവിയറ്റ് യൂണിയനും സഖ്യകക്ഷികളും. അടുത്ത ടോപ്പിക്കാണ് ഇരുധ്രുവ ലോകം. രണ്ടാം ലോക മഹായുദ്ധാനന്തരം മുതലാളിത്ത ചേരിക്ക് നേതൃത്വം നൽകിയ രാജ്യം ഏതായിരുന്നു? അമേരിക്ക. രണ്ടാം ലോക മഹായുദ്ധാനന്തരം മുതലാളിത്ത ചേരിക്ക് നേതൃത്വം നൽകിയ രാജ്യമായിരുന്നു അമേരിക്ക. രണ്ടാം ലോക മഹായുദ്ധാനന്തരം സോഷ്യലിസ്റ്റ് ചേരിക്ക് നേതൃത്വം നൽകിയ രാജ്യം ഏതായിരുന്നു? സോവിയറ്റ് യൂണിയൻ ആയിരുന്നു. അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയൻ്റെയും ചേരിതിരിവിനെ ഇരുധ്രുവ ലോകം എന്ന് വിശേഷിപ്പിച്ചത് ആരായിരുന്നു? അർണോൾഡ് ടോയിൻബി. അർണോൾഡ് ടോയിൻബി ആണ് അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയൻ്റെയും ചേരിതിരിവിനെ ഇരുധ്രുവ ലോകം എന്ന് വിശേഷിപ്പിച്ചിരുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ചേരിചേരായ്മയാണ്. രണ്ടാം ലോക മഹായുദ്ധാനന്തരം മുതലാളിത്ത ചേരിയുടെയോ സോഷ്യലിസ്റ്റ് ചേരിയുടെയോ ഭാഗമാകാതെ നിലകൊണ്ട രാജ്യങ്ങളുടെ സംഘടനയാണ് ചേരിചേരാ പ്രസ്ഥാനം അല്ലെങ്കിൽ നോൺ അലൈഡ് മൂവ്മെൻറ്റ്. ഇതിന് രൂപം നൽകിയത് ഒരു സമ്മേളനത്തിൽ വെച്ചിട്ടാണ്.
ബാന്തൂങ്ങിൽ വെച്ച് നടന്ന സമ്മേളനമാണ്. 1985 അത് നടന്നിരുന്നത്. ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലം ബൽഗ്രേഡിൽ വെച്ചിട്ടാണ് ചേരിചേരായ്മ പ്രസ്ഥാനത്തിൻ്റെ ആദ്യ സമ്മേളനം നടന്നിരുന്നത്. ഈ പ്രസ്ഥാനത്തിന് ആശയം നൽകിയ നേതാക്കളായിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള ജവഹർലാൽ നെഹ്റു, ഈജിപ്തിൽ നിന്നുള്ള ഗമാൽ അബ്ദുൽ നാസർ, യൂഗോസ്ലാവിയയിൽ നിന്നുള്ള മാർഷൽ ടീറ്റോ, ഇന്തോനേഷ്യയിൽ നിന്നുള്ള അഹമ്മദ് സുകാർണോ. ഇത്രയും പേരുടെയും ഒരു രൂപമാണ് ചേരിചേരായ്മ എന്ന ആശയത്തിന് രൂപം നൽകിയിരിക്കുന്നത്. ഒന്നാം ലോകമഹായുദ്ധം വരെ പാലസ്തീൻ ഉൾക്കൊള്ളിക്കുന്ന പ്രദേശം ഏത് സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു? തുർക്കിയുടെ ഭാഗമായിരുന്നു ഒന്നാം ലോകമഹായുദ്ധം വരെ പാലസ്തീൻ ഉൾക്കൊള്ളുന്ന പ്രദേശം. ഒന്നാം ലോകമഹായുദ്ധത്തിൽ തുർക്കി പരാജയപ്പെട്ടതോടെ പാലസ്തീൻ ഉൾപ്പെടുന്ന പ്രദേശത്തിൻ്റെ നിയന്ത്രണം കൈക്കലാക്കിയ രാജ്യം ഏതായിരുന്നു? അത് ബ്രിട്ടനാണ്. ഒന്നാം ലോകമഹായുദ്ധത്തിൽ തുർക്കി പരാജയപ്പെട്ടതോടെ പാലസ്തീൻ ഉൾപ്പെടുന്ന പ്രദേശത്തിൻ്റെ നിയന്ത്രണം കൈക്കലാക്കിയ രാജ്യം. ഒന്നാം ലോകമഹായുദ്ധത്തിൽ ജൂതർ നൽകിയ സേവനത്തിന് പ്രത്യുപകാരമായി പശ്ചിമേഷ്യയിൽ അവർക്ക് സ്വന്തമായി രാജ്യം അനുവദിക്കാമെന്ന് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ആരായിരുന്നു? ആർത്തർ ബാൽഫർ ആണ് ഒന്നാം ലോകമഹായുദ്ധത്തിൽ ജൂതർ നൽകിയ സേവനത്തിന് പ്രത്യുപകാരമായി പശ്ചിമേഷ്യയിൽ അവർക്ക് സ്വന്തമായി രാജ്യം അനുവദിക്കണമെന്ന് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി. ആർത്തർ ബാൽഫറിൻ്റെ പ്രഖ്യാപനം അറിയപ്പെടുന്നത് ബാൽഫർ പ്രഖ്യാപനം എന്ന പേരിലാണ്. ജൂതർക്ക് ഒരു രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് സിയോണിസ്റ്റ് പ്രസ്ഥാനമാണ് ജൂതർക്ക് ഒരു രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനം. ജൂതർക്ക് സ്വന്തമായി ഒരു രാഷ്ട്രം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് തിയോഡർ ഹെർഷലാണ് ജൂതർക്ക് സ്വന്തമായി ഒരു രാഷ്ട്രം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത്. ജൂതരാഷ്ട്രം എന്ന ആശയം ഉൾക്കൊള്ളുന്ന ഹെർഷലിൻ്റെ പുസ്തകമാണ് ദി ജൂവിഷ് സ്റ്റേറ്റ് എന്ന പുസ്തകമാണ് ജൂതരാഷ്ട്രം എന്ന ആശയം ഉൾക്കൊള്ളുന്ന ഹെർഷലിൻ്റെ പുസ്തകം. ജൂതരാഷ്ട്രമായ ഇസ്രായേൽ രൂപം കൊണ്ട വർഷം 1948 1948 ജൂതരാഷ്ട്രമായ ഇസ്രായേൽ രൂപം കൊണ്ടത്. ഇസ്രായേലിൻ്റെ രൂപീകരണത്തോടെ അഭയാർത്ഥികളാകേണ്ടി വന്ന പാലസ്തീൻകാർക്ക് സ്വന്തമായൊരു രാജ്യം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിക്കപ്പെട്ട സംഘടനയാണ് പാലസ്തീൻ വിമോചന സംഘടന, പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ. പാലസ്തീൻ വിമോചന സംഘടനയുടെ സ്ഥാപക പ്രസിഡന്റായിരുന്നു യാസർ അറാഫത്താണ് പാലസ്തീൻ വിമോചന സംഘടനയുടെ സ്ഥാപക പ്രസിഡന്റ്. പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമാക്കാൻ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഇസ്രായേൽ അംഗീകാരം നൽകിയ കരാറായിരുന്നു ഓസ്ലോ കരാർ. 1993 വന്നിരുന്നത് ഓസ്ലോ കരാർ. അറബ് ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം രൂപീകരിച്ച എണ്ണ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ സംഘടനയായിരുന്നു OPEC എന്നതായിരുന്നു അറബ് ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം രൂപീകരിച്ച എണ്ണ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ സംഘടന. അതുപോലെ മിഖായേൽ ഗോർബച്ചേവ് സോവിയറ്റ് യൂണിയനിൽ നടപ്പിലാക്കിയ 2 പരിഷ്കാരങ്ങളുണ്ട്, ഗ്ലാസ്നോസ്തും പെരിസ്ട്രോയിക്കയും. അതിൽ രാഷ്ട്രീയ രംഗത്ത് തുറന്ന സമീപനം നടപ്പിലാക്കുന്നതിനായി കൊണ്ടുവന്ന പരിഷ്കാരമായിരുന്നു ഗ്ലാസ്നോസ്ത്. എന്നാൽ സോവിയറ്റ് യൂണിയൻ്റെ സമ്പദ്ഘടന പുനഃസംഘടിപ്പിക്കുന്നതിനായി നടപ്പിലാക്കിയ പരിഷ്കാരമായിരുന്നു പെരിസ്ട്രോയിക്ക. മിഖായേൽ ഗോർബച്ചേവ് റഷ്യൻ പ്രസിഡന്റായിരുന്നു. അദ്ദേഹം സ്ഥാനം രാജിവെച്ച വർഷം 1991. മിഖായേൽ ഗോർബച്ചേവ് റഷ്യൻ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് 1991. അദ്ദേഹം റഷ്യൻ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത്. അമേരിക്ക ആഗോള ശക്തിയായി മാറിയതിന് കാരണം സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച തന്നെയാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുപോലെ അമേരിക്ക ലോകരാഷ്ട്രീയത്തിൻ്റെ കേന്ദ്രമായി മാറിയത് അറിയപ്പെടുന്നതാണ് ഏക ധ്രുവലോകക്രമം എന്ന പേരിലാണ് അമേരിക്ക ലോകരാഷ്ട്രീയത്തിൻ്റെ കേന്ദ്രമായി മാറിയതിനെ അറിയപ്പെടുന്നത്.
ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നിങ്ങൾക്ക് ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ നിങ്ങളത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു.